നമസ്കാരം ഡാകുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫ്യൂഷൻ്റെ അകത്ത് മെർജ് എന്ന് പറഞ്ഞ നോഡുണ്ട്. ഈ നോഡിനെ പറ്റി മാത്രമാണ്, അതിനെപ്പറ്റി വലുതായിട്ടൊന്നും പറയുന്നില്ല. ഞാനിത് പറയണ്ടായ കാരണം വെച്ചാൽ ഞാൻ ചെറിയൊരു പോസ്റ്റ് വെറുതെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർജ് നോഡിൻ്റെ മഞ്ഞ കളർ കണക്ടർ എന്താണെന്ന് പറയാൻ പോകുന്ന സംഭവം. എന്താ പറയുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കണക്റ്റ് ആവും, അത്രേ അല്ലാതെ ഈ നോഡുകൾ കളർ നോഡുകളുണ്ട്, പച്ച, മഞ്ഞ, നീല. അപ്പോൾ ഈ മൂന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാതെ ജസ്റ്റ് കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ഡിക്റ്റേറ്റ് ചെയ്ത് കണക്ട് പോകും. എന്നാലും ഇത് എന്തിനാണെന്ന് എവിടെയെങ്കിലും വെച്ച് തെറ്റിപ്പോയി കഴിഞ്ഞാൽ തിരിച്ച് കണക്ട് ചെയ്യാൻ അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കണക്ടറുകൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട്, അതൊന്ന് പറയാൻ പോകണം. അതിൻ്റെ ഒരു ആൻസർ റിസൾട്ട് വന്ന ഔട്ട്പുട്ട് എന്നാണ് 43% ആളുകൾ, അതായത് 7 വോട്ടേ വന്നിട്ടുള്ളൂ. ഇനിയും വോട്ടുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുക. നമ്മൾ തുടക്കക്കാരല്ലേ, ചെറിയ ആൾക്കാർക്ക് അത്രയൊക്കെ പ്രതീക്ഷിക്കാനേ പാടുള്ളൂ. 7 വോട്ടുകൾ, 7 പേരെ ഇത് മൈൻഡ് ചെയ്തുള്ളൂ. അപ്പോൾ ആ 7 പേരിൽ 43% പേര് ഔട്ട്പുട്ട് എന്നാണ് പറഞ്ഞത്. 29% ആൾക്കാർ ബാക്ക്ഗ്രൗണ്ട് ഇൻപുട്ട്, ഫോർഗ്രൗണ്ട് ഇൻപുട്ട് എന്ന് 14%. അതുപോലെ കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ 14 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻപുട്ട് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അതായത് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് മെർജിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് ആ മഞ്ഞ കണക്ടറിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പകരം പച്ച കണക്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോർഗ്രൗണ്ട് ഇൻപുട്ട് ആവും. ഓക്കെ, നമുക്ക് ഏതായാലും ഡാവിഞ്ചിയിലേക്ക് പോയിട്ട് ആ ഒരു മെർജിനെ പറ്റി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകാം അല്ലേ, ചെറിയൊരു വീഡിയോ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് എന്തെങ്കിലും 2-3 കാര്യങ്ങൾ ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഒരു ഫോർഗ്രൗണ്ടും ഒരു ബാക്ക്ഗ്രൗണ്ടും ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പിക്ചറിന് ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മളെ സ്ഥിരം ബാക്ക്ഗ്രൗണ്ടാണ്, അതിനെ ആഡ് ചെയ്തു. ഇനി ഫോർഗ്രൗണ്ടായിട്ട് ഒരു പിക്ചറും കൂടി ആഡ് ചെയ്യാണ്, നമ്മളെ ലോഗോ ആഡ് ചെയ്യുക അല്ലേ. ലോഗോ ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പം നമുക്ക് മെർജ് ചെയ്യണം രണ്ടും തമ്മിൽ അല്ലേ. ഇത് മെർജിന് നല്ല പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഈ ഔട്ടിലേക്കുള്ളതൊന്ന് ഡിസ്കണക്ട് ചെയ്യാണ്, എന്നിട്ട് മെർജ് ചെയ്യണേ. നോക്കിക്കോ, ഇത് മീഡിയ ഇൻ എന്ന് പറഞ്ഞാൽ ഇത് ബാക്ക്ഗ്രൗണ്ടാണ്. നമ്മുടെ F2 അടിക്കുക, റീനെയിം ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് എന്നിട്ടു. ഇത് നമ്മുടെ ഫോർഗ്രൗണ്ടാണ്, അതായത് നമ്മുടെ ലോഗോ ആണ്, F2 ലോഗോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. നോക്കി, ഞാൻ ഈ മുകളിൽ നിന്ന്, അതായത് മുകളിൽ താഴെ നിന്നൊന്നുമില്ല, ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു സ്ട്രിങ് വലിച്ചിട്ട്, ഒരു പൈപ്പ് വലിച്ചിട്ട് ലോഗോയിലേക്ക് ഇടുകയാണ്. ഇതിന് പൈപ്പ് എന്നാട്ടോ പറയുന്നത്, നമ്മൾ സ്ട്രിങ് എന്നൊക്കെ പറയുമെന്ന് നോക്കണ്ട, ഒരു വള്ളി അത് തന്നെ. ഓക്കെ, ഞാൻ ഔട്ടിലേക്ക് കണക്ട് ചെയ്യണേ. ഔട്ടിലേക്ക് കണക്ട് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചത്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് കണക്ട് ചെയ്ത സമയത്ത് മുകളിൽ പച്ചയാണ് കണക്ട് ആയത്, താഴെ മഞ്ഞയാണ് കണക്ട് ആയത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പച്ച എന്ന് പറഞ്ഞാൽ ഫോർഗ്രൗണ്ടാണ്, മഞ്ഞ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞിട്ടാണ് കണക്റ്റ് ആയത്. ഇങ്ങനെ കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ സ്വാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സ്വാപ്പ് ഇൻപുട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞ പച്ചയായി, പച്ച മഞ്ഞയായി. അപ്പോൾ എന്തായി, പച്ചക്കാരൻ പുറത്തേടി, ബാക്ക്ഗ്രൗണ്ടുമായി, ലോഗോ ഫോർഗ്രൗണ്ടുമായി അല്ലേ. ഇനി ഇങ്ങനെ സ്വാപ്പ് ചെയ്താലും മതി. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ടും ഉണ്ടാവില്ല മിക്കവാറും. സ്വാപ്പ് ഇൻപുട്ട്, അതായത് കമാൻഡ് ടി, വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ ടി ആയിരിക്കും മിക്കവാറും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാപ്പായി. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ഒരു ഓർഡറിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് മർജിനും തട്ടാൻ പോകണേ. ഈ ലോഗോ ആണ് നമ്മുടെ ഫോർഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഫോർഗ്രൗണ്ട് ആയി കിട്ടണമെങ്കിൽ ഇവിടുന്ന് ലൈൻ വലിച്ചിട്ട് മേലോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ, അതായത് ഫോർഗ്രൗണ്ടിൽ നിന്ന് വലിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ നാച്ചുറലി അപ്പോൾ നമുക്ക് തെറ്റാതെ കറക്റ്റായിട്ട് ഫോർഗ്രൗണ്ട് ഇവനും ബാക്ക്ഗ്രൗണ്ട് ഇവനും, അത് മനസ്സിലായല്ലോ അല്ലേ. ഈ ഔട്ട് എന്ന് പറയുന്ന ഈ വൈറ്റ് പോയിന്റ് നിന്ന് വലിച്ചിട്ട് മറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മെർജിനോട് അപ്പിയർ ആവും. ഇതാണ് സംഭവം. ഇനി ഇതും വേണമെങ്കിൽ നമുക്ക് തിരിച്ചാക്കണമെങ്കിൽ സ്വാപ്പ് ചെയ്താൽ മതി. കമാൻഡ് ടിയിലെ കൺട്രോൾ ടി അടിച്ച് കഴിഞ്ഞാൽ അവർ സ്വാപ്പായി മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും വന്നു. പിന്നെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ, ഇതിലിപ്പോൾ നമ്മൾ ഫോർഗ്രൗണ്ട് കണക്ട് ചെയ്തു, ഔട്ട് കൊടുത്തു, ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണില്ല. അത് മനസ്സിലായോ. ഇപ്പോൾ സാധാരണ ഇതിൽ ഇങ്ങനെ അബദ്ധം പറ്റുന്നവരുണ്ട്, ഒരു മെർജിനോട് എവിടെയെങ്കിലും കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുത്തില്ലേ, ഫോർഗ്രൗണ്ടിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല ഔട്ടിൽ. കണ്ടോ, ഔട്ട് ഞാൻ സെക്കൻഡ് സ്ക്രീനിൽ കണക്ട് ചെയ്തിട്ടാണ് കണ്ടോ. പക്ഷേ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നുണ്ടാവും, ഇവിടെ നോക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ മെർജിൽ എന്താണ്, മെർജ് എന്നുള്ള നോഡിൻ്റെ അടുത്ത് എന്തെങ്കിലും 2 ഇൻപുട്ട് മസ്റ്റായിട്ട് മെർജ് ആവണം. കണ്ടോ, അപ്പോൾ സാധാരണ പോലെ വന്നു, ഇൻപുട്ട് ഔട്ട്പുട്ട് വന്നു, സിമ്പിൾ അല്ലേ. അപ്പോൾ ഈ ഒരു മെർജ് നോഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ഈ മെർജ് നോഡിന് ഇവിടെ ഒരു ഐക്കണും കൂടെ ഉണ്ടല്ലോ, നീല, അതെന്താണെന്നറിയോ, അത് മാസ്ക് ആണ്. കാണിച്ചു തരാം. ഈ ഒരു മാസ്കിനെ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്യാൻ പോകണേ. നോക്കിക്കോ, ഇതൊരു മാസ്കാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, റെക്റ്റാങ്കിൾ മാസ്ക്, സ്ക്വയർ മാസ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, സ്ക്വയർ ആയിട്ട്. കണ്ടോ, ഈ മാസ്ക് ഇവിടേക്ക് ആഡ് ചെയ്തപ്പം സംഭവിച്ചത് എന്താണെന്നറിയോ, ഫോർഗ്രൗണ്ടിനെ മാത്രമാണ് അവന് എഫക്റ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ മെർജിന് ഫോർഗ്രൗണ്ടിനായിട്ടുള്ള ബന്ധമേ ഉള്ളൂ, ബാക്ക്ഗ്രൗണ്ടായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് അവിടെ വേണം, ഒരു ബാക്ക്ഗ്രൗണ്ട് അതിന് വേണം പറയാൻ, എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് പറയാൻ വേണം എന്നല്ലാതെ ഇതിൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, മാസ്കിന് അപ്ലൈ ചെയ്തപ്പോൾ ഫോർഗ്രൗണ്ടിനെ മാത്രമാണ് അത് ബാധിക്കുന്നത് അല്ലേ. കത്തിയില്ലേ. ഇനിയിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഈ ലോഗോൻ്റെ, അതായത് മെർജിനോഡിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണേ. കണ്ടോ, മെർജിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആരാണ് അഡ്ജസ്റ്റ് ആകുന്നത്, ഫോർഗ്രൗണ്ടാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിനെ അവൻ തൊടുന്നേ ഇല്ല. ആംഗിൾ നോക്കിക്കോ, ഇങ്ങനത്തെ എന്ത് സംഭവങ്ങളും സൂം പൊസിഷനും ഒക്കെ തന്നെ ഫോർഗ്രൗണ്ടിനാണ്
അപ്ലൈ ആവുന്നത്. കത്തിയില്ലേ? ഇനി ഈ മെർജിൻ്റെ അകത്ത് എന്താ നമ്മൾ പറയാനുള്ളത്? മെർജിനൊരു സൂപ്പർ വേർഷൻ കൂടി ഉണ്ട് കേട്ടോ. അതാണ് മൾട്ടി മെർജ്. ഇവരെന്തായിരുന്നു? മൾട്ടി മെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട മെർജ് അല്ല, മൾട്ടിയാണ്. ഇപ്പോൾ 2 കണക്ടർ അല്ലേ ഉള്ളൂ. 2 കണക്ട് ചെയ്തപ്പോൾ കണ്ടോ, പിന്നെ ഒരു കണക്ടർ അപ്പിയർ ആയി. ഇവിടെ ഫോർഗ്രൗണ്ടിൻ്റെ കളർ മാറുന്നുണ്ട് കേട്ടോ. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മഞ്ഞാണെങ്കിൽ ഫോർഗ്രൗണ്ടിൽ വരുന്നത് പച്ച അല്ല, പച്ചയ്ക്ക് പകരം വെള്ളയാണ് വരുന്നത്. കണ്ടോ? അതായത് മൾട്ടി ആയിട്ട് കണക്ട് ആക്കാം. ഇതിനകത്ത് ഒരെണ്ണം കൂടി കണക്ട് ചെയ്യണമെങ്കിൽ ഒരെണ്ണം കൂടി കണക്ട് ചെയ്യുമ്പോൾ നോക്കിയോ ഓട്ടോമാറ്റിക് അടുത്ത് വന്ന് ഇവിടെ ഒരു വെള്ളം വന്ന്. കണ്ടോ? ഈ വെള്ളയിലേക്ക് നമുക്ക് ഒരെണ്ണം കൂടെ വേണമെങ്കിൽ കണക്ട് ചെയ്താൽ നോക്കിയോ ഒരെണ്ണം കൂടെ കണക്ട് ചെയ്ത്. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഇത് ഏതാണ് മുകളിൽ വരേണ്ടതെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് തീരുമാനിക്കണമല്ലോ. അപ്പോൾ ആ മുകളിൽ സബ്സ്ക്രൈബ് ആയിരുന്നു വേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോൾ ഈ മെർജിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ആര് വരണം എന്നുള്ളത് അവിടെ ചോദിക്കുന്നുണ്ടോ, ആരൊക്കെ കാണണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കുക. അപ്പോൾ ആരൊക്കെ കാണണ്ട എന്നുള്ളത് നമുക്ക് ഇവിടെ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അപ്പോൾ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ലോഗോ ആണ്. ഈ ലോഗോനെ വേണമെങ്കിൽ താഴേക്ക് എടുത്തിടാം. കണ്ടോ? ഇപ്പോൾ സബ്സ്ക്രൈബ് മുകളിൽ വന്നു. ഈ സബ്സ്ക്രൈബിന് വേണമെങ്കിൽ താഴേക്ക് എടുത്തിടാം. അതായത് എത്ര കണക്ടർ വേണമെങ്കിലും ഇതിൽ കണക്ട് ചെയ്യാം. എത്ര എണ്ണം വരെ പോകുമെന്ന് എനിക്കറിയില്ല, എന്നാലും അതിൻ്റെ അത് വായിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും എത്ര കണക്ടർ വരെ ഇതിൽ കണക്ട് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി 1 2 3 4 5 കണക്ടർ കണക്ട് ചെയ്തു. അടുത്ത ഒരു കണക്ടറിന് വന്ന് നിൽക്കുന്നുണ്ട്. 6 കണക്ട് ചെയ്തു, പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കണമെന്നില്ല, നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നമുക്ക് തീരുമാനിക്കുക ആര് മുകളിൽ വരണം എന്നുള്ളത്. എന്തെങ്കിലും മെർജിൽ ക്ലിക്ക് ചെയ്യുക, മൾട്ടി മെർജിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോരുത്തരെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആര് മുന്നിൽ വരണം, ആര് ബാക്കിൽ വരണം, ആരെ കാണണ്ടെന്നൊക്കെ ഇവിടെ തീരുമാനിക്കാം കേട്ടോ. ബാക്കിയൊക്കെ ഏകദേശം സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കെ ഇവിടെ പറ്റും കേട്ടോ. ഈ ലെയറിൻ്റെ മാത്രമാണ് അതിൽ സെലക്ട് ചെയ്ത് അതിൽ ചെയ്യുക. അടുത്ത ലെയറിലാണ് അടുത്ത് സെലക്ട് ചെയ്ത് അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു രീതി, അതായത് ഒരുപാട് ഇൻപുട്ടുകൾ കൊടുക്കാണ്ട് ഈ മറിച്ചിട്ട് പോകുന്ന ഒറ്റ മാർജിൻ അങ്ങ് സെറ്റാക്കിയിട്ട് അതിലേക്ക് ഓരോരുത്തർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള രീതി ഇതാണ് മൾട്ടി മെർജ്. ഇപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇറങ്ങിയ 18.6 അല്ലേ ലാസ്റ്റ് ഒന്ന്, അങ്ങനെ എന്തോ ഇതിൻ്റെ വർഷം നോക്കിയാൽ അറിയാലോ. 18.6 തൊട്ടാണ് ഈ ഒരു ഇത് വരുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. കറക്റ്റായിട്ട് അറിയില്ല. അല്ല 18.5 ബീറ്റ ഒരു വർഷം വന്നിട്ടുണ്ടല്ലോ, അതൊട്ടും അങ്ങനെ എന്തോ ആണ്. പുതിയല്ലേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ മൾട്ടി മെർജ്. നിങ്ങൾ നോക്കുക, നിങ്ങളില്ലെങ്കിൽ ഇതിന് മെസ്സേജ് അയക്കും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പുതിയതൊക്കെ എടുക്കാമല്ലോ അല്ലേ, പഴയ തന്നെ കളിക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. പിന്നെ ആ മെർജിൽ കാര്യമായിട്ട് ഇത്രയൊക്കെ പറയുള്ളൂ. മെർജിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. ഈ മെർജിൻ്റെ അകത്ത് ചെയ്യുന്ന സെറ്റിങ്സുകൾ ഫോർഗ്രൗണ്ടിന് അപ്ലൈ ആവുമെന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത്. അപ്പോൾ മെർജുകൾ ഉപയോഗിക്കുന്നത് ഒന്നിൽ കൂടുതൽ വീഡിയോസിനെ അല്ലെങ്കിൽ മീഡിയകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെർജ് നോഡുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയാണ്, മെർജിൻ്റെ പച്ച കണക്ടർ എന്ന് പറയുന്നത് ഫോർഗ്രൗണ്ട്, മഞ്ഞ കണക്ടർ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ നീല കണക്ടർ എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കുന്ന മാസ്ക് ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാണ്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ലാഗാണെന്ന് പറയരുത്. എനിക്ക് ഇതിലും സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല, ഇല്ലാത്തില്ല എന്ന് പറയാമല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ടൈം എടുത്ത് പറഞ്ഞാലേ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞു ഞാൻ ഉണ്ട് തോന്നില്ലേ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, ബൈ, എന്നാൽ അടുത്ത വീഡിയോ കാണാം.